സ്ഥാനത്തിന് പുറപ്പെട്ടപ്പോ തന്നെ അദ്ദേഹത്തിന് ബ്രഹ്മചര്യത്തിന് ശക്തിയോട് നിഷ്കർഷം എന്താന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഒരു സന്യാസി വേഷം കെട്ടി അത്രയായിട്ട് സന്യാസി ആയി കഴിഞ്ഞപ്പോഴോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മാറി. സന്യാസി ആയി കഴിഞ്ഞാൽ ഒരു കാര്യത്തില് കുറച്ചു ഈ സന്യാസി അങ്ങനെ തന്നെയാണ്. ഒരു കാര്യത്തിൽ ആ കുറച്ച് നിൽക്കുന്നത് എന്താ ആ സുഭദ്രയുടെ കാര്യത്തിൽ. ഇനി അത് മാത്രമല്ല, അതിന് ഭാഗത്തിന് നാമം ചോദിക്കണം. ഭദ്രമായിട്ടുള്ള നാമം അതാ വേണ്ടത്. അത് നമ്മുടെ കട്ടിയില്ലാണ്ട് സുഭദ്ര സുഭദ്ര സുഭദ്രയായിട്ടുള്ള നാമമാണ് അദ്ദേഹം ഏത് സമയം പിന്നെ അതിന്റെ പുറത്തുള്ളത് ഒന്നും പുറത്തില്ല. അങ്ങനെയുള്ളതുമായിട്ട് എന്തിനാ പറയണോ, നിങ്ങള് ദ്വാരകയിലേക്ക് പോകണം. വഴിയില് അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇനി എന്താ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ കാര്യമൊക്കെ മനസ്സിലായി. അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തില് അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടതോ സംസ്ഥാനത്തിന് പുറപ്പെട്ടതോ നോക്കൊണ്ട് എന്റെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ നന്ന വരുന്നതായിട്ടുണ്ടോ വല്ലാണ്ട് ആവശ്യതയായിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല. അപ്പൊ ഒരേ ചിന്തയുള്ളൂ, വേറെ ഒരു ചിന്തയില്ലാതെ കൊണ്ട് കഴിയണതാ. അങ്ങനെയുള്ള ഒരു മോഹമായിട്ടാ അദ്ദേഹം ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയില്ല. അപ്പൊ വിശപ്പിനായിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിനുള്ള സാധനം എവിടെയെങ്കിലും തരാവോ എന്ന് നോക്കട്ടെ എന്ന് കരുതി ഞാൻ എവിടെ പുറപ്പെട്ടു. ഞാൻ അങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് പുറപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉരുത്തി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു മാത്രമല്ല പിടിച്ചു വലിയ വിടാനാ എന്നെ വിടട്ടെ. ഈ എന്തിനാ ഞാൻ പിടിച്ചു വലിക്കുന്നത്? അങ്ങനെ പറയാ അങ്ങനെ കള്ളനോ ഞാനോ ഞാനൊരു സാധനമില്ല. ഈ എന്തിനാ ഞാൻ പിടിച്ചു വലിക്കുന്നത്? അങ്ങനെ നടക്കാനാ വന്നത്. അതൊന്നുമില്ല, കള്ളനാകുകൊണ്ട് എന്നെ ഇവിടുന്ന് ധരിച്ചുകൊണ്ട് പോവാ. അപ്പോഴേക്കും എന്റെ അംഗവസ്ത്രമൊക്കെ ഉണ്ട്, അതൊക്കെ കഴുത്തിട്ടൊക്കെ നീക്കി പിടിച്ചിട്ട് കഴിഞ്ഞു. അതിൽ കയറി പിടിച്ചു പോകും. പിടിച്ച് വലിച്ചേനെ കൊണ്ടുപോവുക. ആ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ, ശ്വാവിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ്. അതെടുത്താ എന്റെ അവസ്ഥ. അയ്യോ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ അപരാധമൊന്നും ചെയ്തിട്ടില്ല, ഒന്നും കിടക്കില്ല. കള്ളാണ് എന്തിനെ പറഞ്ഞു പറയണോ വലിച്ചടിച്ച് കൊണ്ടുചെന്നത്. അവിടെ ചെന്ന് പെട്ടത് അത്രപോലെ സുഭദ്രയുടെ മുന്നിലാണ്. എന്തിനാ ആ സാധുവിനെ ആ ബ്രാഹ്മണനെ പിടിച്ചു വലിക്കുന്നത്? എന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? ഇത് സാധുവൊന്നല്ല, ഇത് മോഷ്ടാവാണ്, കള്ളനാണ്. എന്താ ഇദ്ദേഹം ചെയ്യുന്നത്? ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ എങ്ങനെയോ യാതൊന്നും മോഷ്ടിക്കുന്നുണ്ടായിട്ടില്ല. അതൊന്നല്ല, അവിടുത്തെ ഗാത്രിക മോഷ്ടിച്ചേക്കുന്നത് ഈ വിദ്വാനാണ്, കള്ളനാണ്. ഇങ്ങനെ ഒരു മാറ്റിത്തം അതിനുണ്ട് ഞാൻ ഇരിക്കുന്നുണ്ടായില്ല. ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. ആ ഗാത്രിക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ആളുകളൊക്കെ ഉണ്ടാവും. എന്തായാലും ആ വസ്ത്രം അത് ഞാൻ മോഷ്ടിച്ചതൊന്നുമില്ല. തോഴർക്ക് കിട്ടിയതാ വഴിയെന്ന്. ആ തോഴർക്ക് കിട്ടി, തോഴർക്ക് വിശേഷമായിട്ടുള്ളതാ. എടുത്ത് എന്റെ അതാണ് ഇപ്പോ ഇവള് തെറ്റിദ്ധരിച്ച് ഞാൻ മോഷ്ടിച്ച ഞാൻ ആ സന്യാസിയുടെ ശിഷ്യനാണ്, ഞാൻ സാധുവാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ സാധുവിനെ മോചിപ്പിക്കുക, ഉപദ്രവിക്കേണ്ട, ബന്ധനമുക്തനാക്കുക, അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുക വേണ്ടത്, ഉപദ്രവിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞ് എന്റെ ദൈവാധീനം, എന്റെ ഭാഗ്യം പറയാം വലിയ മറ്റു വൈകുണ്ട് രക്ഷപ്പെട്ട. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോ അവിടെ എത്തിയിരുന്നു. അപ്പൊ ഞാൻ ഓടരോട് ചോദിച്ചു, ഓടരെ എങ്ങനെയാ അവിടെ എത്തിയത്? അവിടെ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നില്ലേ, ഇപ്പൊ എങ്ങനെയാ അവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഭഗവത്നാമങ്ങളുമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
കൃഷ്ണ ഭഗവാനും എത്ര ബന്ധത്തിന്റെ കൂട്ടിയിട്ട് അവിടെ വരുന്നുണ്ടായി. അന്നൊന്നും മാത്രമല്ല പിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കന്യാഗ്രഹത്തില് കൊണ്ടുവന്ന് എത്താൻ ഇത് മാത്രമല്ല എന്നെ ശുശ്രൂഷിക്കാനായിട്ട് സുഭദ്രയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിവിശേഷമായിട്ടുണ്ട്. എന്താ കള്ളനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ വളരെ കാര്യങ്ങളൊക്കെ എളുപ്പം സാധിക്കാൻ തന്നെ തോന്നുന്നത്. വലിയ വൈഷമ്യം കൂടാതെ അങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങളായിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഓടി കഴിഞ്ഞപ്പോ അങ്ങനെ ഓടി കുറച്ച് കഴിഞ്ഞപ്പോ ഓടന് അവിടെ എണീക്കുമെന്ന് മാത്രമല്ല, അതെ എവിടേക്കാണ് ഓടനെ പുറപ്പെടുന്നത്? ഓടനെ എവിടേക്കാണ് പോണത്? അവിടെ എനിക്ക് സുഖമാണില്ല, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് നേരി ആവണില്ല. നമുക്ക് ആ മാധവീലേക്ക് പോവാം. അങ്ങനെ പോവാ, അവിടെ പോയാൽ എനിക്ക് സുഖമാവും. അത് ഉടനെ പോകുന്നത് അവിടെയൊക്കെ ഇരിക്കുന്നത് ഒരു ദിക്കിൽ ഇരുന്നാൽ ഇരിക്കുക, അവിടെ ഇരുന്നാൽ പോട്ടെ. ഇത് മാത്രമല്ല, ഭക്ഷണം കൊണ്ടുവരാനാ പോയിരുന്നത്. ആ ഭക്ഷണമായിട്ട് അവര് വരുമ്പോ കണ്ടില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവും. എനിക്കില്ലെങ്കിൽ തന്നെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞേ അതല്ല അതിന് വരിക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയണോ? അത് അവിടെ നിന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു. ചെയ്തുകൊണ്ടാണ് സുഭദ്ര അനവധി കാലം ഇരുന്നിരുന്ന സ്ഥലമാണ് അവിടേക്ക് അങ്ങനെയുണ്ട്. ആളുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടത്. ഓരോരോ ആഗ്രഹിക്കുന്ന ആളെ ഇരുന്ന ദിക്കിൽ പോയിരിക്കുക, അവർ കിടന്ന ദിക്കിൽ പോയി കിടക്കുക. ഈ പല സ്വഭാവങ്ങളുണ്ട് ലോകത്ത്. എന്റെ ഓടനെ എങ്ങനെയാവുമെന്ന് ഞാൻ നിരീക്ഷിക്കില്ല. എന്തായാലും ഓടനെ അത് വലിയ താമസം ഉണ്ടായില്ല. താമസം എവിടേക്കാ ഓടനെ? അല്ല, എനിക്ക് എവിടെ ഇരുന്നിട്ട് മനസ്സിന് ഒരു സുഖല്ലേ, സമാധാനമല്ല. നമുക്ക് ഇവിടെ ഇരിക്കണ്ട, ചുമതലയോ പോവാന്ന്. ഓടനെ വഴി നിന്നാ മതി. ഈ ഇങ്ങോട്ട് പോണ്ട, എവിടെ ഇരിക്കുക വേദം, ഇങ്ങോട്ടൊന്നും പോണ്ട. അതല്ല അവിടെ എനിക്ക് അവിടെ പോയാ അവിടെ ആ സുഭദ്രയുടെ സാന്നിധ്യം ഉണ്ടാവും. സാന്നിധ്യം അതുകൊണ്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകും. ഇരിപ്പുറക്കാത്തവര് എവിടെ പോയാലും അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തോന്നുന്നു അപ്പുറത്തേക്ക് പോകണം. അവിടെ എന്നാ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകും. അങ്ങനെ അതിന് തിരിച്ച് നടക്കുന്നതാ. എന്തായാലും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വളരെ പുറപ്പെട്ട് കഴിഞ്ഞു. ഞാനും പിന്നാലെ കുറച്ചങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പറ്റിയ ഞങ്ങളവിടെ കഴിയണ കാലത്ത് അവിടെ വന്നു. അതുപോലെ എന്റെ അടുത്ത് വരുന്നുണ്ടായി. വന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ബ്രാഹ്മണരെല്ലാവരും ഏകദത്തോത്സവത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അമ്മ ദേവകിക്ക് ദാനം ചെയ്യണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ തരാവുന്നുള്ളത്. അപ്പൊ ഇതുവരെ ഒന്നും തരാനില്ല. എന്തായാലും വിഗ്രഹം തോന്നിയില്ലോ എന്ന് ഞാൻ ഉത്സാഹിച്ച് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോ കാലമുഖമൊക്കെ കഴിച്ച് വലകിട്ടോട് ഇരുത്തി കഴിഞ്ഞ് ബ്രാഹ്മണൻ ആ കയ്യിലുള്ള കിട്ടുമെന്ന് പറഞ്ഞു. ആ കയ്യിലുള്ള കിട്ടാൻ പറഞ്ഞു. എന്റെ കയ്യിൽ നോക്കിയപ്പോ ആ രാത്രിക്ക് ഇത് മേടിക്കാനാ ഞാൻ ദാനം കിട്ടിയതല്ലേ, ഇവത് തിരിച്ചു കൊടുക്കാൻ നോക്കിയില്ലല്ലോ. അത് ഞാൻ എടുത്തിട്ട് പോയിട്ടുണ്ടായി. എന്തിനാ പറയണോ? അത് ആ മാധവീയതാഗ്രഹത്തിൽ വെച്ച് മറന്നു. അത് എടുക്കാൻ മറന്നു. ഓടയുടെ കൂടെ പുറത്തോട്ട് കഴിഞ്ഞപ്പോ വെച്ച് ഓട് ഞാൻ ഓടോട് പറഞ്ഞു, ഓടനെ നടന്നോളൂ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഓടനെ നടന്നു തുടങ്ങിയപ്പോ